നമസ്കാരം. ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സുപ്രീം കോടതിയെ കേരള ഗവൺമെന്റ് സമീപിച്ചിരിക്കുന്നത്. അതേ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 8-ാം തീയതി ഡൽഹിയിൽ CPM-ന്റെ നേതൃത്വത്തിലും ഒരു സമരം നടത്താൻ പോകുന്നത്. സമരമല്ല, സമ്മേളനമാണെന്ന് പറയുന്നു, അതല്ല സമരമാണെന്ന് പറയുന്നു. ഇങ്ങനെ എന്തായാലും അവിടെ ഒരു പ്രതിഷേധ യോഗം അവർ കൂടുന്നുണ്ട്. അപ്പോൾ കടമെടുക്കാതെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും നല്ല ഒരു തുക ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തിയെന്ന വിവരം നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതായത് പലിശ വായ്പയായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുക്കുന്നത്. 5000 കോടി രൂപ കൊടുക്കും. ഈ 5000 കോടി രൂപ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പദ്ധതി പ്രകാരം അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു 500 കോടി രൂപ കൊടുക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചത്. അങ്ങനെ കഴിഞ്ഞ വർഷം ആ പദ്ധതി അങ്ങനെയായിരുന്നു. പക്ഷേ ആ പൈസ നമ്മുടെ സംസ്ഥാന സർക്കാർ വാങ്ങിച്ചില്ല. ഈഗോയാണ് സർക്കാരിനെ അന്ന് നയിച്ചത്. സാധാരണക്കാരന് ആവശ്യങ്ങൾ എടുത്ത പ്രധാനമായിട്ടും കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള, അതായത് നമ്മുടെ ലൈഫ് മിഷൻ കെട്ടിടത്തിനൊക്കെ ആ പൈസ ഉപയോഗിക്കാമായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ പലിശ കൊടുക്കണ്ട, 50 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. 5000 കോടി രൂപ കേന്ദ്ര സർക്കാർ വായ്പയായിട്ട് കൊടുക്കും. അതിന് 5 പൈസ പലിശ കൊടുക്കണ്ട, 50 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറുതെ തരുന്നത് പോലുള്ള ഒരു സംഭവമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയല്ല, വായ്പ തന്നെയാണ്. ആ കാശാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം വാങ്ങിച്ചില്ല. കാരണം അത് ഈഗോ ഞാൻ പറഞ്ഞത് ദുരഭിമാനം എന്ന് പറയുമല്ലോ. അത് ഈ പദ്ധതി ഇത്രയും കാശ് അവിടെ നിന്ന് കൊടുക്കുമ്പോൾ, പലിശരഹിതമായിട്ട് 5000 കോടി രൂപ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണത്, അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുദ്ര വയ്ക്കണം, ആ പദ്ധതിയുടെ പേര് വയ്ക്കണം, ആ പദ്ധതി എന്താണെന്നുള്ളത് കാണിക്കണം. ഇപ്പോൾ കെട്ടിട നിർമ്മാണമാണെങ്കിൽ കെട്ടിടത്തിൽ കേന്ദ്രത്തിൻ്റെ ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്, അതിൻ്റെ മുദ്ര വയ്ക്കണം, അത് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ചെയ്യാൻ കേരള സർക്കാർ തയ്യാറല്ല. അങ്ങനെ 5000 കോടി രൂപ നഷ്ടമാക്കി. ഈ തവണയും അതേ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നൂതന ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ തുക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും വാങ്ങാൻ സാധ്യതയില്ല. കാരണം അതും ഇതേപോലെ തന്നെ നൂതന ഗവേഷണ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കോടി രൂപ കൊടുക്കും. അതും ഇതുപോലെ തന്നെയാണ്, പലിശ കൊടുക്കണ്ട, 50 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അങ്ങനെ ഒരു പദ്ധതി ഇപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കേരള ഗവൺമെന്റ് അത് വാങ്ങാൻ തയ്യാറായില്ല. അപ്പോഴും മുറവിളി കൂട്ടുന്നത് അങ്ങനെ തരുന്ന കാശ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ദുരഭിമാനം ഞങ്ങളുടെ മുറിപ്പെടുത്തും, അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് ആ ദുരഭിമാനം ഇങ്ങനെ തിളച്ചു മറിയുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് പിണറായി വിജയനാണല്ലോ, നമുക്കറിയാമല്ലോ, ദുരഭിമാനത്തിന്റെ കൂടാണ് നമുക്കറിയാമല്ലോ. അതുപോട്ടെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് നമ്മളങ്ങനെ പറയണ്ട. അപ്പൊ എന്തായാലും ആ പണം പോലും അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇതേ സമയം ലക്ഷക്കണക്കിന് പലിശ വളരെ വലിയ പലിശ കൊടുത്തിട്ട് വായ്പ എടുക്കാൻ അനുവദിക്കണം. അങ്ങനെ വായ്പ എടുക്കാൻ അനുവദിക്കാത്തത് കേരളത്തോട് കാണിക്കുന്ന അന്യായമാണ്, ഫെഡറലിസത്തിനോട് കാണിക്കുന്ന അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി അനുകൂലമായി വിധി വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാടെടുത്തില്ല എങ്കിൽ ഈ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമില്ല. അതാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും കിട്ടുന്ന കാശ് എങ്ങനെ കിട്ടിയാലും നമ്മൾ വാങ്ങി ചെലവാക്കണം. അതിൻ്റെ കേന്ദ്രത്തിന്റെ മുദ്ര കുത്തി കഴിഞ്ഞാൽ, കാരണം അവരുടെ കാശ് വാങ്ങിച്ച് പദ്ധതി നടപ്പിലാക്കിയാൽ അവരുടെ മുദ്ര കുത്താൻ പാടില്ല എന്ന് പറയാൻ എന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. അത് നമ്മുടെ അഭിമാനത്തിനെ മുറിപ്പെടുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെയുള്ള കാശ് വാങ്ങുന്നില്ല, പക്ഷേ ഞങ്ങൾ കടം വാങ്ങിച്ചോളാം, ആവശ്യം പോലെ പലിശയും കൊടുത്തുകൊള്ളാം, കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ കടക്കണിയിലാക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മുടെ അവഗണിച്ചു എന്നാണല്ലോ പറയുന്നത്. ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിന്നും ഒരു പ്രപ്പോസൽ പോലും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൊടുത്തിരുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഒരു പ്രപ്പോസൽ പോലും നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പറയണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രപ്പോസലും കൊടുത്തിട്ടില്ല. അത് ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊടുത്തിട്ടില്ല,
കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രപ്പോസലും ബഡ്ജറ്റ് സാധാരണ ബഡ്ജറ്റിൽ വരുമ്പോൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങോട്ട് കത്ത് വഴിയോ അല്ലെങ്കിൽ ഒരു അപേക്ഷ വഴിയോ കൊടുക്കാറുണ്ട്. അതാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രപ്പോസൽ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ വച്ച പ്രപ്പോസലിൽ ചിലതൊന്നും അംഗീകരിച്ചില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രപ്പോസൽ എന്ന് കൊടുക്കാതിരുന്നതെന്നാണ് കേരള സർക്കാർ ന്യായം പറയുന്നത്. അത് ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നതാണ്. പ്രപ്പോസൽ കൊടുത്തിരുന്നു, അത് അവർ എടുത്തോ എടുത്തില്ല എന്നുള്ള പ്രപ്പോസൽ കൊടുക്കേണ്ട ബാധ്യത, അതിന്റെ ചുമതല ഈ കേരള ഗവൺമെന്റിനാണ്. അതും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇങ്ങനെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.